ഇപ്പം 5 മാസത്തെ ശമ്പളം, 2 കൊല്ലത്തെ ബോണസ്, 2 കൊല്ലത്തെ സെറ്റിൽമെൻറ്റ്, ഇതൊക്കെ കിട്ടാൻ അതിൻ്റെ പുറമെ ഇത്രയും തൊഴിലാളികൾക്ക് ഞാൻ ഇന്ത്യൻ പോലത്തെ 31 ആൾ കഴിഞ്ഞ ഡിസംബറിൽ പെൻഷനായ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതുവരെ പെൻഷൻ കിട്ടിയില്ല, PF അടക്കാത്തതുകൊണ്ട്. ലക്ഷങ്ങൾ 2-2.5 ലക്ഷം ഉറുപ്പ്യ തോതിൽ ഓരോ തൊഴിലാളികൾക്കും അടക്കാണ്ട്. ഞങ്ങളൊക്കെ ഡെയിലി പണിക്ക് വന്നാൽ ഞങ്ങളെ എസ്റ്റേറ്റിലുള്ളവരെ അന്വേഷിച്ച് നോക്കി 100 കിലോനാണ് ഡെയിലി ഞങ്ങളെ മാക്സിമം ഞങ്ങൾ വെട്ടുന്നത്. ഇത് സുബൈദയുടെ മാത്രം കഥയല്ല. 216 സ്ഥിരം തൊഴിലാളികൾക്കാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് 5 മാസമായി ശമ്പളം കൊടുക്കാത്തത്. വിരമിച്ച 100-ലധികം തൊഴിലാളികൾക്ക് റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങളോ PF പെൻഷനോ കിട്ടിയിട്ടില്ല. തൊഴിലാളികളിൽ നിന്ന് കൃത്യമായി പിടിച്ചെടുക്കുന്നുണ്ടെങ്കിലും PF അടച്ചിട്ട് 10 വർഷത്തോളമായി. ഞങ്ങൾ പട്ടിണിയിലാണ്. ഈ പട്ടിണി മാറ്റണ്ടേ? സർക്കാർ ഇതിനൊരു ശക്തമായ തീരുമാനം എടുക്കണം. ഒരു മരക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട്, അതിന് ഒരു 1200 രൂപ പെൻഷൻ കൊടുക്കാൻ ഉണ്ടായില്ലേ? ഇവിടെ 100-300 തൊഴിലാളിയുണ്ട്. ഈ തൊഴിലാളി അനുഭവിക്കുന്നത് ഒരു 10 വർഷമായി. തോട്ടം തൊഴിലാളികൾക്ക് നൽകേണ്ട ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ഒരാനുകൂല്യവും 10 വർഷമായി ഈ പാവം തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേറൊരു ആനുകൂല്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തരുന്നില്ല. ഒരു PF അടക്കലുമില്ല, പിന്നെ വേറെ മരുന്നോ വേറെയുള്ള ഒരു മെഡിക്കലിൻ്റെ ഒരു ആനുകൂല്യവും ഇല്ല. പാർപ്പിട സൗകര്യമാണെങ്കിൽ അതിനേക്കാൾ കഷ്ടം. ശമ്പളം ഇയാൾ ചോദിക്കുമ്പോൾ നാളെ മറ്റന്നാൾ 15-ാം തീയതി തരാം, 5-ാം തീയതി തരാം, അപ്പോൾ ആ പറയുന്ന ഡേറ്റിനൊന്നും തരുമില്ല. എല്ലാ സമരങ്ങളും വിഫലമായതോടെയാണ് തൊഴിലാളികൾ സ്വയം തേയില നുള്ളി വിൽക്കാൻ തീരുമാനിച്ചത്. സംയുക്ത തൊഴിലാളി യൂണിയനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.